ഹലോ വാപ്പയാണ്. ഇന്ന് നമ്മൾ നിത്യവഴുതനങ്ങ മെഴുക്ക് പുരട്ടി നോക്കാം. നമുക്ക് ഇത് ഞാൻ പലതവണ കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഉണ്ടാക്കുന്നത് ഇത് ആദ്യമായിട്ടാണ്. എനിക്ക് ഒരിടത്ത് നിന്ന് കിട്ടിയതാണ് നിത്യവഴുതനങ്ങ. ഇത് ഒരുപാട് പേരൊന്നും കണ്ടിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല, പക്ഷേ വളരെ നാട്ടിൻപുറത്തൊക്കെ ഒരുപാട് ഇത് അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ്. ഇത് അരിഞ്ഞ് വെച്ചത് ഇതിന് അരിയാനുള്ളത് കണ്ടാൽ നമ്മളെല്ലാം മുല്ലമൊട്ടില്ലേ, അത് വലുതായാലും ഇരിക്കും, കുറച്ച് നല്ല വലുതായാലും ഇരിക്കും. ആ ആകൃതിയാണ് ഈ നിത്യവഴുതനയ്ക്ക്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെയുള്ള സവാള എടുത്തരിയാം. വഴുതന ഫുൾ അരിഞ്ഞെടുത്തു. നമുക്കൊരു സവാളയും 2 പച്ചമുളകും അരിഞ്ഞെടുക്കാം. നമുക്ക് സവാള അരിയാം. അപ്പോൾ പച്ചമുളക് സവാളയും അരിഞ്ഞെടുത്ത് ഇതെല്ലാം കൂടി നമുക്ക് എണ്ണയ്ക്കകത്തിട്ട് വഴറ്റാം. അലുമിനിയം ചട്ടി നമുക്ക് അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വഴുതനങ്ങയുടെ ക്വാണ്ടിറ്റി കുറവ് കാരണം ഞാൻ എണ്ണ കുറച്ചേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. അതിൽ കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കാം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വഴുതനയും സവാള ഇട്ട് കൊടുക്കാം. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. സ്വല്പം ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ആ ഉപ്പ് എല്ലായിടവും പിടിക്കത്തക്ക രീതിയിൽ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് സ്വല്പം ആ നിത്യവഴുതന വേവാനായിട്ട് ഒരു സ്വല്പം വെള്ളം കൊടുക്കണം. കൂടി പോയത് സ്വല്പം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊന്ന് തുറന്ന് നോക്കാം. സ്വല്പം മൂത്ത് പോയെന്ന് തോന്നുന്നു നിത്യവഴുതന. അതുകൊണ്ടൊരു 5 സെക്കൻഡും കൂടി നമുക്കിട്ട് വേവിക്കാം. ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്വല്പം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരുപാട് വേണ്ട, അല്പം മതി. അതുപോലെ ഒരു സ്വല്പം ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് കൂടി നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ടാവും. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഓക്കെ, നല്ല രീതിയിൽ അത് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ആർക്കൊക്കെ അറിയാൻ എനിക്കറിയത്തില്ല. ഞാൻ പക്ഷേ ഉണ്ടാക്കുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. ഇതിന് നല്ലൊരു ടേസ്റ്റാണ്. അത് മാത്രമല്ല, നമ്മൾ കടകളിൽ നിന്ന് മേടിക്കുന്നത് പോലെ വിഷാംശമുള്ള പച്ചക്കറിയൊന്നും അല്ല. ഇത് നമ്മൾ നാടൻ സാധനമാണ്. കോവയ്ക്ക പോലെയൊക്കെ നമ്മളിതിൽ നരി ഇട്ടൊന്ന് പിടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കും ഒരു 3-4 മൂട് മതി. നമ്മളൊരു വീട്ടിലേക്ക് ദിവസവും വേണ്ടിയിട്ടുള്ള വഴുതനങ്ങ കിട്ടും, നിത്യവഴുതന. അപ്പോൾ ഓക്കെ.